അപ്പോൾ അതാ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്. സുയിത്തേടെ താൻ പഴം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നുണ്ട്. നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കിയിട്ടാ. പിന്നെ ദാ നിയമോൾ ഇതാ സുന്ദരി വാവേയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, വലിയ അലമ്പൊന്നും ഇല്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാ കോഴിക്കോട് ബീച്ചിലേക്ക് കേട്ടോ ഞങ്ങൾ വന്നത്. ഏട്ടതാ ഞങ്ങളവിടെ ഇറക്കി വിട്ടിട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. എന്തായാലും നല്ല പണിയാണ് എനിക്ക് കിട്ടിയത്. നിയമോൾ ഇതാ അവിടെ പരക്കാൻ പാഞ്ഞ് നടക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്താ സുയിത്തേട്ടൻ വന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ തെരാപ്പാര നടന്നു. പിന്നെ ദാ സുയിത്തേട്ടൻ്റെയും നീയേൻ്റെയും വക പട്ടി ഷോ ഉണ്ടായിരുന്നു. ഞാൻ ദാ മോളെ കൂടെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിട്ടോ. പക്ഷേ എന്താണാവോ കൊളായിപ്പോയി. പിന്നെ കാലൊക്കെ ഒന്ന് കഴുകി. പിന്നെ ദാ ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അവിടെ നിന്ന് എന്തൊക്കെയാണ് കഴിച്ചതെന്നൊന്നും ഓർമ്മയില്ല. വാരി വലിച്ച് നല്ലോണം തിന്നണം കേട്ടോ. പിന്നെ ദാ നിയമോളെ കൂടെ കുറച്ച് കളിച്ചു. അവൾ ദാ നല്ല വൈബായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വൈബായിരുന്നു. മോൾക്ക് കളിക്കാൻ കുറച്ച് പന്ത് അങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഞങ്ങൾ ഹോട്ടലിലേക്കാണ് പോയത്. എനിക്കിത് എവിടെ പോയാലും ഇത് തന്നെ കേട്ടോ പണി. നിയമോള് വെള്ളപ്പം വാങ്ങി, അതേപോലെ ഞാൻ ബിരിയാണി, സുയിത്തേട്ടൻ നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ പാഴ്സലൊക്കെ വാങ്ങി അവിടെ നിന്ന് എത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.